കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചു കൊണ്ടിരുന്ന ദൈവജന ചിന്തയോടുള്ള ബന്ധത്തിലാണ് നമ്മുടെ ദൈവജന ശുശ്രൂഷകൾ. നമുക്കറിയാം, നമ്മളെല്ലാ ആഴ്ചയിലും ഒരു തുടർമാനമായ ഒരു പരമ്പരയായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന വിഷയം എല്ലാവർക്കും അറിയാവുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആത്മീകമായ ഐക്യതയ്ക്ക് തടസ്സമായി നിൽക്കുന്ന 3 പ്രധാനപ്പെട്ട ശക്തികളെ, വ്യക്തികളെ ബൈബിളിൽ നിന്ന് എടുത്തുകൊണ്ട് അവരിലൂടെ പ്രവർത്തിച്ചതായ ശക്തിയെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിക്കാനായിട്ട് ഇടവന്നു. 3 പ്രധാനപ്പെട്ട വ്യക്തികൾ. അതിലൊന്ന് കോരഹാണ്, 2 അബ്ശാലോമാണ്, 3 ജസബേലാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചുകൊണ്ടിരുന്നത് ജസബേലിയ സ്പിരിറ്റിനെ കുറിച്ചാണ്. എങ്ങനെയാണ് ഈ ആത്മാവ് വ്യക്തികളിലൂടെ വ്യാപരിക്കുന്നത്, സഭകളിലൂടെ വ്യാപരിക്കുന്നത്, ശുശ്രൂഷകന്മാരിലൂടെ വ്യാപരിക്കുന്നത്. അതാണ് നമ്മൾ കഴിഞ്ഞ സ്തോത്രാഴ്ചയിൽ ചിന്തിച്ച് കൊണ്ടിരുന്നത്. സ്തോത്രം. ഈ ആഴ്ചയിലും അതിൻ്റെ അല്ലെങ്കിൽ കണ്ടിന്യൂ ആയിട്ടുള്ള ചില ക്രമീകരണങ്ങളാണ് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ഞാൻ ശരണപ്പെടുന്നത്. ജസബേൽ ആത്മാവ് എങ്ങനെയാണ് ഒരു വ്യക്തിയിൽ പ്രവർത്തനം നടത്തുന്നത് എന്ന് നമ്മൾ കണ്ടു. ചില പ്രത്യേകതകൾ, ചില ക്യാരക്ടർ, ചില സ്വഭാവ രീതികൾ, ആത്മാവിൻ്റെ ചില പെരുമാറ്റ രീതികൾ എന്തെല്ലാമാണ് എന്ന് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചു. ഇസബേൽ ആത്മാവ് അതൊരു ആത്മാവാണോ, അതോ അതൊരു നിയന്ത്രണ ഭ്രാന്താണോ, അതോ ഒരു ഭൂതമാണോ, അതോ നിയന്ത്രണ പ്രവണതകളുള്ളൊരു വ്യക്തിയാണോ? നമ്മളതിനെക്കുറിച്ച് നമ്മൾ വളരെ വ്യക്തമായിട്ട് ചിന്തിച്ചു. വ്യക്തമായിട്ടും ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ ഇസബേൽ ഒരു ദുഷ്ടശക്തിയാണ്. ഞാനതിനെ ചുരുക്കമായി പറഞ്ഞ് ഞാൻ ഇന്നൊരു പ്രത്യേക ക്രമീകരണത്തിലേക്ക് കൊണ്ടുവന്ന് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇസബേൽ ഒരു ദുഷ്ടശക്തിയാണ്, അല്ലേ? അതെപ്പോഴും പ്രവർത്തിക്കുന്നത് ജഡം ക്രൂശീകരിച്ചിട്ടില്ലാത്ത ആളുകളിലൂടെയാണ്. ജഡം ക്രൂശീകരിച്ചിട്ടില്ലാത്ത ആളുകളിലൂടെയാണ്. ജഡത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ ജസബേലിൻ്റെ സ്പിരിറ്റിൽ, നിയന്ത്രണത്തിൽ, സ്വാധീനത്തിൽ നിരന്തരം വരാൻ ആത്മാവ് സജ്ജമാക്കിക്കൊണ്ടിരിക്കും. ഈ സ്പിരിറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത ഞാൻ പറഞ്ഞു, ദൈവത്തിന് കീഴടങ്ങാൻ വിസമ്മതിക്കുന്നു, അല്ലേ? ദൈവത്തിന് കീഴടങ്ങാൻ വിസമ്മതിക്കുന്നു. മാത്രമല്ല, ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലായിരിക്കുന്ന ജനത്തെ നിയന്ത്രിക്കാൻ, ദൈവത്തിൻ്റെ ദാസന്മാരെ നിയന്ത്രിക്കാൻ പ്രേരിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന ദുഷ്ടവ്യാപാര ശക്തി, അവളുടെ പാപകരമായ താല്പര്യങ്ങൾ, പാപകരമായ ഇച്ഛകൾ, അവളുടെ ജീവിത ശക്തി, ജീവിത ശൈലികളിലൂടെ, സ്തോത്രം, ഹല്ലേലൂയ, വ്യക്തികളുടെ മേൽ ആധിപത്യം നടത്തുന്നു എന്ന് നമ്മൾ ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. അതിൻ്റെ ചില പ്രത്യേകതകൾ നിങ്ങൾ ധ്യാനിച്ചാൽ, കഴിഞ്ഞ വീഡിയോ എടുത്ത് നിങ്ങൾ ധ്യാനിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നെ കേൾക്കുന്ന ശ്രോതാക്കൾ അത് സ്തോത്രം കാണും എന്ന് ചിന്തിക്കുന്നു. നിങ്ങൾക്കതൊരു അനുഗ്രഹമായി തീരട്ടെ. ഒരാളുടെ ജഡത്തിൻ്റെ ബലഹീനതയിലൂടെയാണ് ഈ ശക്തി പ്രവർത്തിക്കാൻ ആരംഭിക്കുന്നത്. അങ്ങനെ ഒരു വ്യക്തിയുടെ ജീവിതത്തിലുള്ള ബലഹീനതകളിലൂടെ ആ വ്യക്തിയുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു. ഒരാളുടെ ജഡത്തിൻ്റെ ബലഹീനതയിലൂടെ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം പിശാചുകൾ, ഞാനത് പറഞ്ഞു, ഒരു പിശാചല്ല, ഒരു കൂട്ടം, ഒരു പ്രിൻസിപ്പാലിറ്റിയാണ് ജസബേൽ എന്ന്. അത് ഏതു സാഹചര്യത്തിലും ഏത് വ്യക്തികളിലൂടെ എങ്ങനെ വേണമെങ്കിലും പ്രവർത്തിക്കാൻ കഴിയും. ഈവൻ സഭയ്ക്കകത്ത് പോലും ആ ശക്തിക്ക് വ്യക്തികളിലൂടെ പ്രവർത്തിക്കാൻ കഴിയും. അത് നമ്മൾ കണ്ടു. എന്നാൽ ഈ ശക്തിയെ നമ്മൾ, ദൈവത്തിൻ്റെ മക്കൾ, ഈ ആത്മാവിനെ കണ്ട് അറിഞ്ഞ് അതിൻ്റെ വികൃതമായ സ്വഭാവത്തെ മനസ്സിലാക്കി, സ്തോത്രം, അതിനെ ആത്മാവിൽ കയറി എന്ത് ചെയ്യണം? യുദ്ധം ചെയ്യണം, അതിനെ വെട്ടിവീഴ്ത്തണം. സഭ അതിന് തയ്യാറാകണം, വ്യക്തികൾ തയ്യാറാകണം, ദൈവദാസന്മാർ തയ്യാറാകണം. ഈ ശക്തിയെ നിർവീര്യമാക്കാൻ ഒരു ദൈവവൈതലിന് പവറുണ്ട്, ശക്തിയുണ്ട്, അധികാരമുണ്ട് എന്നുള്ള കാര്യം നിങ്ങളെ ഞാൻ ഓർപ്പിക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. കർത്താവിൻ്റെ അധികാരത്തിന് കീഴിൽ ഒരു ശക്തിക്കും വെറുതെ ഇരിക്കാൻ കഴിയത്തില്ല. പക്ഷേ നമുക്ക് ഈ ശക്തിയുടെ അല്ലെങ്കിൽ ഈ ആത്മാവിൻ്റെ സ്വഭാവ സവിശേഷതകൾ ആത്മാവിൽ മനസ്സിലാക്കാൻ നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ണുകളെ ദൈവം തുറന്നാൽ മാത്രമേ ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ദൈവാത്മാവിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളൂ. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കണം, അത് മനസ്സിലാക്കണം. അത് നമ്മുടെ ഭവനങ്ങളെ എത്രമാത്രം കൺട്രോൾ ചെയ്യുന്നുണ്ട്,
നമ്മുടെ സഹോദരി സഹോദരന്മാരിൽ എത്രമാത്രം കൺട്രോൾ ചെയ്യുന്നുണ്ട്, നമ്മുടെ മക്കളിൽ അത് എത്രമാത്രം കൺട്രോൾ ചെയ്യുന്നുണ്ട്, ദൈവദാസന്മാരിൽ ദൈവസഭകൾക്കകത്ത് അതെങ്ങനെ കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്നൊക്കെ നമ്മൾ വളരെ വ്യക്തമായിട്ട് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇന്ന് പകലിൽ ഞാൻ ആ പ്രത്യേക സ്തോത്രം ആത്മാവിൻ്റെ ഒരു സ്വഭാവം മാത്രം വേഗത്തിൽ തൊട്ട് ഞാൻ വേഗത്തിൽ ദൈവസേനയിൽ ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ ആത്മാവിൻ്റെ ഒരു പ്രത്യേക സ്വഭാവം, അതിൽ പ്രധാനപ്പെട്ട ഒരു സ്വഭാവം ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ അത് തൊട്ടില്ല, പക്ഷെ ഈ ആഴ്ചയിൽ തൊടാൻ എനിക്ക് ദൈവാത്മാവ് ഒരു നിയോഗം തരുന്നു. ഈ ആത്മാവിൻ്റെ ഒരു സ്വഭാവം, ഒരു പ്രത്യേക സ്വഭാവം എന്ന് പറയുന്നത് സെഡക്ഷനാണ്, സെഡ്യൂസിങ് പവറാണ്, വശീകരണം. ഇന്ന് പകൽക്കാലം ആ വശീകരണത്തിൻ്റെ ശക്തി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങളോട് പറയാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന വശീകരണത്തിൻ്റെ 10 രൂപങ്ങൾ ഏതെല്ലാം വിധത്തിലാണ് ഒരു വ്യക്തി വശീകരിക്കപ്പെടുവാൻ സാധ്യതയുള്ളത്, അതിൻ്റെ ഒരു 10 രൂപങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. മനുഷ്യവർഗത്തിൻ്റെ പതനം മുതൽ ചരിത്രത്തിലുടനീളം തിന്മയോടുള്ള വശീകരണം ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിൽ നിന്ന് മനുഷ്യൻ വളരെ അകന്നുപോയി, അല്ലെ? പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് എന്ത് ചെയ്തു? മനുഷ്യൻ അകന്നുപോയി. എന്നാൽ സ്തോത്രം, പാപം ചെയ്യുമ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയി എന്ന് മാത്രമല്ല, ദൈവികമായ സ്വഭാവങ്ങളും അവനിൽ നിന്ന് എന്ത് ചെയ്തു? ചോർന്നുപോയി, അല്ലെ? ദൈവികമായ സ്വഭാവങ്ങൾ അവനിൽ നിന്ന് എന്ത് ചെയ്തു? ദൈവം മനുഷ്യന് നൽകിയ സ്വഭാവങ്ങളിൽ 2 പ്രധാനപ്പെട്ട സ്വഭാവങ്ങൾ, ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യം ദൈവമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താൻ, അല്ലേ? ഒന്ന് കമ്മ്യൂണിക്കേഷൻ, 2 മനുഷ്യന് ദൈവം കൊടുത്ത, ആദിമ മനുഷ്യന് ദൈവം കൊടുത്ത, അല്ലേ, സ്വഭാവം എന്ന് പറയുന്ന അന്തർജ്ഞാനം, ദൈവത്തെ യഥാർത്ഥമായി അറിയാനുള്ള അന്തർജ്ഞാനം. 3 ദൈവമായുള്ള കൂട്ടായ്മ. ഈ 3 കാര്യങ്ങളും പാപം ചെയ്തതോടുകൂടി എന്ത് ചെയ്തു? മനുഷ്യന് നഷ്ടപ്പെട്ടു. 3 കാര്യങ്ങൾ ഒന്നുകൂടി ഞാൻ ആവർത്തിക്കാം. ഒന്ന്, ദൈവമായുള്ള കമ്മ്യൂണിക്കേഷൻ. ആദാമിനെ എപ്പോൾ വേണമെങ്കിൽ പോലും എന്ത് ചെയ്യും? ദൈവമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുമായിരുന്നു, അല്ലേ? മാത്രമല്ല, ഹൃദയത്തിൽ ആദാം ചിന്തിക്കുമ്പോൾ തന്നെ ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റും? അറിയാൻ പറ്റും. അന്തർജ്ഞാനം. 3 നഷ്ടപ്പെട്ടു പോയത് എന്താ? ദൈവമായുള്ള കൂട്ടായ്മ. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷെ കാൽവരി ക്രൂശിലൂടെ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ഈ 3 ദൈവം നമുക്ക് മടക്കി തന്നു. ഇപ്പോൾ ദൈവമായിട്ട് നമുക്കൊരു അന്തർജ്ഞാനമുണ്ട്, 2 ഒരു കൂട്ടായ്മയുണ്ട്, കമ്മ്യൂണിക്കേഷനുണ്ട്. കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാ വരുന്നത്? നമ്മുടെ അകത്തുള്ള ആത്മീകമായ ഇന്ദ്രിയങ്ങൾ നിമിത്തമാണ് നമുക്ക് കമ്മ്യൂണിക്കേഷൻ വരുന്നത്. സ്വർഗത്തിലേക്ക് ആക്സസ്, അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാതിരിക്കരുത്. ദൈവമക്കൾ എന്ന് പറയുന്ന നമുക്കത് മനസ്സിലായില്ലെങ്കിൽ വേറെ ആർക്കും മനസ്സിലാവാനാ? സ്തോത്രം. കാരണം നമ്മുടെ ജനനം എന്ന് പറയുന്നത് മാനുഷികമായിട്ടല്ല. നമുക്ക് 2 ജനനമുണ്ട്. ഒന്ന് മാനുഷികമായ ജനനവും, 2 ആത്മീകമായ ജനനവും. നമ്മുടെ അമ്മയപ്പന്മാരിലൂടെ നമുക്ക് ഒരു മാനുഷികമായ ജനനമുണ്ടായതുപോലെ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിന്റെ വിത്ത് നമ്മുടെ ഉള്ളിൽ വന്നപ്പോൾ നമുക്ക് ആത്മീകമായിട്ട് എന്ത് ചെയ്തു? നമുക്ക് ജനനം സംഭവിച്ചു. ഈ ആത്മീകമായ ജനനത്തിൽ നിന്നാണ് നമുക്ക് സ്വർഗത്തിലേക്ക്, ദൈവത്തിങ്കിലേക്ക് ഒരു ആക്സസ് നമുക്ക് ലഭിച്ചത്. അത് മറന്നു പോകരുത്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് അറിയാവുന്നതാണ്. പക്ഷേ അറിയാത്ത 1-2 പേര് ഇവിടെ ഉള്ളത് കൊണ്ട് ഞാൻ അവരെ ഓർപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടാണ് ഞാനിത് പറഞ്ഞത്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ മനുഷ്യവർഗത്തിന്റെ പതനം മുതൽ ചരിത്രത്തിലുടനീളം തിന്മയോടുള്ള മനുഷ്യന്റെ ഈ ആഗ്രഹം, ജഡത്തിന്റെ പ്രവൃത്തികളിലേക്കുള്ള ആഗ്രഹം, പാപം ചെയ്യാനുള്ള അവന്റെ സ്വഭാവത്തിൽ നിന്നുള്ള, അവന്റെ മനോഭാവത്തിൽ നിന്നുള്ള ആഗ്രഹം, അല്ലേ? ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ സത്യം പറയാൻ എത്രമാത്രം ബുദ്ധിമുട്ടുന്നവരാ, അല്ലേ? എന്നാൽ ഒരു നുണ പറയാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. നമ്മളൊരു കോൺവെർസേഷൻ അവസാനിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിനകത്ത് എപ്പോഴെങ്കിലും ഒരു നുണ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. കാരണം എന്താ? നമ്മുടെ ആദാമ്യ പതന സ്വഭാവം നമ്മുടെ ഉള്ളിൽ, ഈ ജഡത്തിൽ ഉണ്ട്. എന്നാൽ ഇതിനെ ജയിക്കാൻ ഒരു ദൈവവൈദ്യന് കഴിയും.
നമ്മുടെ ബലഹീനതയെ ജയിക്കാൻ ഒരു ദൈവവേദന കഴിയും. നമ്മുടെ പാപത്തെ ജയിക്കാൻ ഒരു ദൈവവേദന കഴിയും. അങ്ങനെ ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം ഈ ഭൂമിയിൽ സാധ്യമാണ്. അത് മനസ്സിലാക്കണം, ജയകരമായ ക്രിസ്തീയ ജീവിതം. അതുകൊണ്ടാണ് കഴിഞ്ഞ സ്തോത്രം സാക്ഷ്യത്തിന്റെ സമയത്ത് പ്രിയ സഹോദരി ഇവിടെ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും കേട്ടു. എന്താ പറഞ്ഞത്? കർത്താവിൽ ഞാൻ കുറച്ച് പ്രാർത്ഥനയിൽ പുറകോട്ട് പോയി, എന്നാൽ ദൈവമക്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്തു വേണ്ടി പ്രാർത്ഥിക്കണം? ഭക്ഷണം കഴിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്നല്ല പറഞ്ഞേ. എന്താ പറഞ്ഞേ? ഒന്നും കൂടി ആത്മീയമായിട്ട് എനിക്ക് എന്ത് ചെയ്യണം? വളരണം. ഈ വളരണം എന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ തന്നെയും വളരാതിരിക്കാനുള്ള പ്രകൃതം നമ്മുടെ ജഡത്തിലുണ്ട് എന്ന് മനസ്സിലാക്കണം. മനസ്സിലായോ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഡത്താൽ, ജഡത്തിന്റെ പ്രവർത്തികളാൽ സ്വാധീനിക്കപ്പെടുവാൻ നമ്മളെപ്പോഴും ഒരുക്കമുള്ളവരാണ്. എന്നാൽ ഇതിനെ എങ്ങനെ ജയിക്കാൻ പറ്റും? ഇതിനെ ജയിക്കണമെങ്കിൽ ഇതിനെ ജയിക്കുന്നത് ആത്മാവിലാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഞാൻ ആത്മാവിൽ പറയുന്നു, ഉപവാസവും പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ സഹോദരിക്ക് ജയിക്കാൻ പറ്റും. ഹല്ലേലൂയ! ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു 10 വശീകരണ രൂപങ്ങളെ ഞാൻ ഇന്ന് പകല് ദൈവത്തിന്റെ ആത്മാവിൽ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. വിശ്വാസികളെയും സഭയെയും വഴിതെറ്റിക്കാൻ ഇന്ന് ശത്രു ഒരുക്കുന്ന അനേക കെണികളിൽ ഒന്നാണ് വശീകരണം. ഈ വശീകരണത്തിന്റെ 10 രൂപങ്ങൾ നമുക്ക് ബൈബിളിൽ നിന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. അതിലൊന്നാമത്തെ രൂപം, ഈ യെസബേൽ സ്പിരിറ്റിന്റെ സ്വഭാവമാണ് നമ്മൾ വശീകരണം എന്ന് പറയുന്നത്. അത് നമ്മൾ ഓർക്കണം. ഈ വശീകരണം എങ്ങനെ ഒരു മനുഷ്യന് സംഭവിക്കുന്നു, അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതിലൊന്നാമത്തെ രൂപം എന്ന് പറയുന്നത് സുവിശേഷത്തിന്റെ ലാളിത്യത്തിൽ നിന്ന് നമ്മെ ലോകത്തിലേക്ക് വശീകരിക്കുന്നു. ഹല്ലേലൂയ! കൊരിന്ത്യർക്ക് എഴുതിയ 2 ലേഖനം 11 അധ്യായം അതിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യം. 2 കൊരിന്ത്യർ അതിന്റെ 11 അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യം ഒന്ന് വായിക്കാം. സ്തോത്രം. 2 കൊരിന്ത്യർ 11 1 മുതൽ 6 വരെ. വായിച്ചാട്ടെ. വായിച്ചോ. ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. വശീകരണത്തിന്റെ ഒന്നാമത്തെ രൂപം വെളിപ്പെടുന്നത് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇപ്പൊ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ, ഒരു ദൈവപൈതലിന്റെ ജീവിതത്തിൽ ദൈവവചനം അറിഞ്ഞ, സുവിശേഷം മനസ്സിലാക്കിയ, സുവിശേഷത്തിന്റെ ഗ്രാഹ്യമുള്ള, ആത്മനിറവുള്ള, ദൈവകൃപയുള്ള, സ്തോത്രം, ഒരു ദൈവ പൈതൽ അവനെ എങ്ങനെ 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 വശീകരിക്കണമെന്ന് സാത്താന് നന്നായി അറിയാം. അതിലൊന്നാമത്തെ വശീകരണത്തിന്റെ അവന്റെ ആയുധം എന്ന് പറയുന്നത് ക്രിസ്തുവിനോടുള്ള നമ്മുടെ മനസ്സ്, അതിന്റെ ഏകാഗ്രത, നിർമ്മലത എന്ത് ചെയ്യുന്നു? വഷളാക്കുക. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സുവിശേഷത്തിന്റെ ലാളിത്യം, ആ സുവിശേഷത്തിന്റെ ലാളിത്യം, ദൈവത്തിന്റെ വചനം നമ്മൾ അറിയുന്നത്, മനസ്സിലാക്കുന്നത് ശത്രുവിന് താല്പര്യമില്ല. ദൈവവചനം അകത്ത് കയറുന്നത് പിശാചിന് ഇഷ്ടമല്ല. മനസ്സിലായോ? ദൈവത്തിന്റെ വചനം ആത്മാവാണ്, ജീവനാണെന്ന് നിങ്ങൾക്കറിയുന്നതിനേക്കാൾ കൂടുതൽ പിശാചിന് അറിയാം. കാരണം യാക്കോബിന്റെ ലേഖനം ഇങ്ങനെ പറയുന്നു, അവൻ ഏകനെന്ന് ആർക്കറിയാം? പിശാചിനറിയാം. അപ്പോൾ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിൽ നമ്മെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ദൈവവചനത്തിന്റെ ആധികാരികത എന്തെന്നൊരു ദൈവവൈതൽ മനസ്സിലാക്കണം. ഏദൻ തോട്ടത്തിൽ സംഭവിച്ചത് അതാണ്. ഏദൻ തോട്ടത്തിൽ മനുഷ്യൻ പാപം ചെയ്യാൻ വശീകരിക്കപ്പെട്ടതിന്റെ കാരണം
ദൈവവുമായിട്ടുള്ള ബന്ധം അവന് നഷ്ടപ്പെട്ടു. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, സുവിശേഷത്തിന്റെ ലാളിത്യത്തിൽ നിന്ന് നമ്മെ വശീകരിക്കുന്ന ഏതെങ്കിലും മണ്ഡലങ്ങളിൽ നമ്മൾ അന്യപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, തിരികെ വരണം, മടങ്ങി വരണം. എവിടെയാണോ നമ്മുടെ യാത്ര എൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ വെച്ച് യാത്ര അവസാനിപ്പിച്ച് മടങ്ങി വരണം. നമ്മുടെ വിശ്വാസത്തിൽ 20, 30, 40, 50 വർഷത്തിന്റെ പ്രസക്തിയല്ല വലുത്. ആ വർഷങ്ങളുടെ കണക്ക് ദൈവം നോക്കുന്നില്ല. മടങ്ങി വരാൻ ആരെപ്പോൾ തയ്യാറാകുന്നുവോ അവരെ ദൈവം സ്വീകരിക്കുന്നു. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ആരാണ് ദൈവത്തിലേക്ക് മടങ്ങി വരാൻ ആരംഭിക്കുന്നത്? ആരാണ് ദൈവത്തിലേക്ക് അടുത്തു വരുവാൻ ആഗ്രഹിക്കുന്നത്? അവരെ ദൈവികമായ ശക്തിയാൽ, മറ്റത് ഞാൻ പറഞ്ഞു പിശാചിന്റെ ശക്തി, ദൈവികമായ ആത്മാവ് അവനെ വശീകരിച്ച് സൃഷ്ടാവിലേക്ക്, ദൈവത്തിലേക്ക്, ക്രിസ്തുവിലേക്ക്, രക്ഷകനിലേക്ക് അവനെ മടക്കി വരുത്തുന്നു. ഹല്ലേലൂയ. അതൊരു ആകർഷണമാണ്. ഞാൻ പറയും, പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആരും, ഒരു ആകർഷണമുണ്ട്, മറുഭാഗത്ത് ഒരു വശീകരണമുണ്ട്. പിതാവിന്റെ ആകർഷണം അത് ഒരുവനെ യേശുക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തെ മനസ്സിലാക്കാൻ കഴിയുമ്പോൾ, മറുഭാഗത്ത് ഈ ദൈവത്തിന്റെ സ്വഭാവം മനസ്സിലാക്കാൻ കഴിയാതെ പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുന്നു. ഒന്നാമത്തെ രൂപകം എന്ന് പറയുന്നത് ഇതാണ്, ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട്. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ വശീകരണം മഹാപ്രശ്നമാണ്. അതൊരു ശക്തിയാണ്. നിങ്ങളുടെ വിരുദ്ധ തെറ്റിക്കുവാൻ പിശാച് ഒരുക്കുന്ന ഒരു കെണിയാണത്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കാൻ കഴിയാത്തത്, നിങ്ങളുടെ വചന പഠനത്തിൽ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് ഏകാഗ്രതയോടുകൂടി ഇരിക്കാൻ കഴിയാത്തത്, അവൻ എത്ര വർഷമായി സഭയിൽ ഇരിക്കുന്ന വിശ്വാസിയാണെങ്കിലും നിനക്ക് ഏകാഗ്രതയില്ലെങ്കിൽ നീ വശീകരണത്തിന്റെ ആത്മാവിൽ പിടിക്കപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, മടങ്ങി വരിക, ചേർന്ന് വരിക. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇപ്പൊ വശീകരണത്തിന്റെ ഒന്നാമത്തെ രൂപം സുവിശേഷത്തിന്റെ ലാളിത്യത്തിൽ നിന്ന്, അല്ല, ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് എന്ത് ചെയ്യുന്നു? വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇനി രണ്ടാമത്തെ വശീകരണം, 1 തീമോഥെയോസിന്റെ ലേഖനം 4-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ആ ചിന്ത ആഴത്തിൽ എനിക്ക് ചിന്തിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ 10 കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഞാൻ ആ വചനത്തിലേക്ക് ആഴത്തിൽ വരാം. 1 തീമോഥെയോസ് 4-1-2 വാക്യങ്ങൾ. എന്നാൽ രണ്ടാം വാക്യം, ചൂട് വെച്ചവരായി. വായിച്ചോ. രണ്ടാമത്തെ വശീകരണത്തിന്റെ ഉപാധിയാണ് ഭൂതങ്ങളുടെ ഉപദേശത്താൽ വശീകരിക്കപ്പെടുന്നു. ആ 4-ാം അധ്യായം 1-ാമത്തെ വാക്യം, അതൊന്ന് നന്നായി വിശദീകരിക്കേണ്ട ഒരു വിഷയമാണ്. ഞാനത് വിശദീകരിക്കും. സമയത്തിന്റെ പരിമിതി ഇപ്പോൾ ഉള്ളത് കൊണ്ട് അടുത്ത ആഴ്ചയിൽ ഞാനത് പൂർണ്ണമായിട്ട് വിശദീകരിക്കും. എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെയും ഉപദേശങ്ങളെയും ആശ്രയിച്ച്, ഈ ആശ്രയിക്കുക എന്ന് പറയുന്ന പദം ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന സെഡ്യൂസിങ് പവർ, വശീകരിക്കപ്പെട്ടിട്ട് എന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂതങ്ങളുടെ വശീകരണാത്മാക്കളെയും പഠിപ്പിക്കലിനെയും കുറിച്ച് ബോധവാന്മാരായിരിക്കാൻ പൗലോസ് തീമോഥെയോസിനോട് ഉപദേശം നൽകുകയാണ്. ഭൂതങ്ങളുടെ വശീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് വിപരീതമായ ഉപദേശങ്ങളെ ഹൃദയത്തിൽ
കൊടുക്കുവാൻ തക്കവണ്ണം ഈ അന്ത്യ കാലഘട്ടത്തിൽ ഭൂതങ്ങളുടെ വശീകരണത്തിൽ പെടുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഭൂതങ്ങളുടെ വശീകരണം, അതിലൊരു കാര്യം മാത്രം ഞാൻ പറയാം. 1 യോഹന്നാൻ 4:1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിച്ച്. 1 യോഹന്നാൻ 4:1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. 1 യോഹന്നാൻ 4:1 മുതൽ 4 വരെയുള്ള വാക്യം. പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുകയാൽ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ. കണ്ടോ, ഇതാരോടാ പറയുന്നേ? സഭയോടാ പറയുന്നേ. അപ്പോ കള്ളപ്രവാചകന്മാർ, ഭൂതങ്ങളുടെ ഉപദേശമുള്ളവർ, യഥാർത്ഥമായി സത്യവചനത്തിന് വിപരീതമായി പ്രസംഗിക്കുന്നവരും ചെയ്യുന്നവരുമായ പലരും പുറപ്പെട്ടിട്ടുണ്ട്. ചിലപ്പോൾ സഭയ്ക്കകത്തും വന്നുകൂടാ എന്നില്ല. പക്ഷേ ഏത് ആത്മാവിനെ വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളതയോ എന്ന് ഡിസേൺ ചെയ്യുവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? വിവേചിക്കണം. നിങ്ങളോട് പറയുന്ന വ്യക്തി ആരാണെന്ന് ആത്മാവിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയണം. അപ്പോ അകത്ത് ദൈവം തന്നിരിക്കുന്ന ഒരു ഡിസേണിങ്, അല്ലെ, വിവേചിക്കാനുള്ള കഴിവിനെ ഏത് ആത്മീകമായ കൃപാവരം നിങ്ങൾക്കില്ലെങ്കിലും ഈ വിവേചന വരം നിങ്ങൾ പ്രാപിച്ചിരിക്കണം. ഹല്ലേലൂയ. ഏതാത്മാവിനെ നിങ്ങൾ എന്ത് ചെയ്യണം? വിവേചിക്കണം. വിവേചിക്കണം. ലോകത്ത് ഭൂതങ്ങളുടെ പഠിപ്പിക്കലുകളാൽ സൃഷ്ടിക്കപ്പെട്ട നിരവധി 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 ഉപദേശങ്ങളുണ്ട്. യോഹന്നാൻ ലേഖനം എഴുതിയ സമയത്ത് ഉണ്ടായിരുന്ന ഒരു ഉപദേശമായിരുന്നു ജ്ഞാനവാദികളുടെ ഉപദേശം. ആ ഉപദേശത്തിൽ യേശു ജഡത്തിൽ വന്നു എന്ന് അവർ നിഷേധിക്കുകയായിരുന്നു. യേശു ജഡത്തിൽ വന്നിട്ടില്ല എന്ന് ജ്ഞാനവാദികൾ പറഞ്ഞു. അന്നുള്ളതുപോലെ ഈ കാലഘട്ടത്തിലും യേശു ജഡത്തിൽ വന്നു എന്ന് വിശ്വസിക്കാത്തവർ ഉണ്ട്. അത് വ്യാജമതമാണ്, ഭൂതത്തിന്റെ ഉപദേശമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഭൂതങ്ങളുടെ ഒരു സിദ്ധാന്തത്തിലൂടെയുള്ള വശീകരണം. ഇനി മൂന്നാമത്തെ വശീകരണം 1 തീമോഥെയോസ് 2:14. 1 തീമോഥെയോസ് 2:14. ഹല്ലേലൂയ. 1 തീമോഥെയോസ് 2:14. പതിനാലാമത്തെ വാക്യം ഒന്നുകൂടി ഒന്ന് വായിക്കാമോ? ആദാമല്ല, സ്ത്രീ അത്രേ വശീകരിക്കപ്പെട്ടിട്ട് ലംഘനത്തിൽ. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ വശീകരണം ദൈവത്തിന്റെ ഹിതത്തിൽ നിന്നു മാറൽ. വിൽ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ഹിതത്തിൽ നിന്ന് നമ്മൾ മാറുന്നത് ഒരു വശീകരണമാണ്. സഹോദര സഹോദരി, ദൈവവൈതലേ കുഞ്ഞെ, ഈ ഭൂമിയിൽ നിന്നെ വെച്ചിരിക്കുന്ന ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അത് മാതാവാണെങ്കിലും 80 വയസ്സുകാരനാണെങ്കിലും 20 വയസ്സുകാരനാണെങ്കിലും 13 വയസ്സുകാരനാണെങ്കിലും ചെറിയ കുഞ്ഞാണെങ്കിലും ഉദരത്തിൽ ഉരുവായ കുഞ്ഞാണെങ്കിലും ഏതു മനുഷ്യനെ കുറിച്ചും ദൈവത്തിന് ഈ ഭൂമിയിൽ ഒരു പദ്ധതിയുണ്ട്. ഈ പദ്ധതി എന്താണെന്ന് നീ അറിയാതിരിക്കുന്നതാണ് മറ്റൊരു വശീകരണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവഹിതത്തിൽ നിന്ന് നാം എന്ന് മാറുന്നുവോ അന്നു മുതൽ നാം വശീകരണത്തിന്റെ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ഞാൻ ആത്മാവിൽ പറയട്ടെ, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിന് വ്യക്തമായൊരു പദ്ധതിയുണ്ട്. നീ ഇന്ന സ്ഥലത്ത് ജനിക്കുമെന്നും ഇന്ന മാതാപിതാക്കന്മാരാൽ വളർത്തപ്പെടുമെന്നും നീ ഇന്ന രീതിയിൽ കർത്താവിനെ കാണുമെന്നും നീ ദൈവത്തെ മനസ്സിലാക്കുമെന്നും നിന്നെ കുറിച്ച് നിന്റെ പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും അറിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ ഹിതം നീ അറിയണം. മൂന്നാമത്തെ വശീകരണം എന്താ? ദൈവത്തിന്റെ ഹിതത്തിൽ നിന്ന് നമ്മൾ മാറുന്നത്. ദൈവത്തിന്റെ ഹിതത്തിൽ നിന്ന്
നമ്മൾ മാറുന്നത്. നാലാമത്തെ വശീകരണം എന്ന് പറയുന്നത് 1 തീമോഥെയോസ് 2:14. 2:14 ഒന്നുകൂടി ഒന്ന് വായിച്ചു. 1 തീമോഥെയോസ് 2:14 ഒന്നുകൂടി വായിച്ചേ. സ്തോത്രം. ഹല്ലേലൂയ. 2:14 1 തീമോഥെയോസ് 2:14. ആദാമല്ല അത്ര വഞ്ചിക്കപ്പെട്ടു. നാലാമത്തെ വശീകരണം എന്ന് പറയുന്നത് സൗന്ദര്യത്തിലൂടെയുള്ള വശീകരണമാണ്. ഇത് സഭയ്ക്ക് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞിരുന്നത്. സൗന്ദര്യത്തിലൂടെ ഒരു വ്യക്തിയിലൂടെ വശീകരിക്കാൻ പിശാചിന് കഴിയും. നമ്മുടെ അവയവങ്ങളിലൂടെ വശീകരിക്കുവാൻ കഴിയും. നമ്മുടെ വസ്ത്രവിധാനങ്ങളിലൂടെ വശീകരിക്കുവാൻ കഴിയും. ദൈവസഭ മനസ്സിലാക്കുക, നമ്മൾ ലോകത്തിൽ നിന്ന് വേർപെട്ടവരാണ്. ആമേൻ. നോ മിക്സ്ഡ് കൾച്ചർ. ഇത് ഉപദേശ രൂപത്തിൽ ഞാൻ പറയുന്നു. ഇതിനെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാം. പക്ഷെ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്താലും ദൈവത്തിന്റെ വചനം ഒന്നേ ഉള്ളൂ, അത് സത്യമാണ്. ആമേൻ. ഹല്ലേലൂയ. നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം ആദാം ഭക്ഷിച്ചപ്പോൾ സാത്താൻ അവനെ വഞ്ചിച്ചില്ല എന്ന് പൗലോസ് പറയുന്നു. അവിടെ പറയുന്നു, ആദാമല്ല ഹവ്വ അത്രേ എങ്ങനെയാ വഞ്ചിക്കപ്പെട്ടെ? വൃക്ഷത്തിന്റെ ഫലം കാണാൻ ഭംഗിയുള്ളതും അല്ലേ അല്ലേ? ഉൽപ്പത്തി പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അങ്ങനെയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺമോഹം, 2 ജഡമോഹം അല്ലേ? അത് യോഹന്നാൻ പറയുന്നുണ്ട്. കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രദാഹം, ഇത് 3 ദൈവത്തിൽ നിന്നല്ല ലോകത്തിൽ നിന്നത്രേ വരുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിനകത്ത് വശീകരണം ഏതു വിധത്തിലൂടെയും വരാം, പ്രത്യേകിച്ച് ദൈവദാസന്മാരെ സംബന്ധിച്ച്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവരാജ്യത്തിലെ തങ്ങളുടെ വിശുദ്ധ സ്ഥാനം ഉപേക്ഷിച്ച് നിരവധി ദൂതന്മാർ പാപം ചെയ്തതായി നമുക്ക് കാണാൻ കഴിയും. അവർ ഭൂമിയിലെ മനുഷ്യപുത്രിമാരുമായിട്ട് എന്ത് ചെയ്തു? വിവാഹം ചെയ്തു. അതിൽ നിന്ന് മല്ലന്മാരുണ്ടായി, കെയ്ൻസ്. അത് വായിക്കാമോ? ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. സ്തോത്രം. ഹല്ലേലൂയ. 1 മുതൽ 4 വരെയുള്ള വാക്യം വേഗത്തിൽ വായിച്ചേ. 6:1 മുതൽ 4 വായിച്ചോ. ജനിച്ചപ്പോൾ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ എവിടെ 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 സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗന്ദര്യത്തിലൂടെയുള്ള വശീകരണം. ഈ മെസ്സേജ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ദൈവത്തിന്റെ വചനം സത്യമാണ്. അത് അങ്ങനെ തന്നെയാണ് ഉപദേശം. ആരോ ഒരു സഹോദരി ഇവിടെ പറഞ്ഞതുപോലെ നോ കോംപ്രമൈസ്, നോ അഡ്ജസ്റ്റ്മെന്റ്. ആ പറഞ്ഞ സഹോദരി ഇപ്പൊ ഇല്ല. പക്ഷെ ദൈവത്തിന്റെ വചനം ഇന്നും ജീവിക്കുന്നു. അപ്പൊ സൗന്ദര്യത്തിലൂടെയുള്ള വശീകരണം. ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ചേവരെയും ഭാര്യമാരായി എടുത്തു. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ അവിടെ നമ്മൾ ശിംശോനെ കുറിച്ച് വായിക്കുന്നു. ശിംശോൻ ദലീല എന്ന് പറയുന്ന സ്ത്രീയെ മോഹിച്ചിട്ട് അവന്റെ ഉള്ളിലുള്ള അഭിഷേകത്തെ അവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു. മറ്റുള്ളവരുടെ സൗന്ദര്യം നിന്റെ അഭിഷേകത്തെ തടയരുത്. മറ്റുള്ളവരുടെ സൗന്ദര്യം, മറ്റുള്ളവരുടെ വശീകരണം നിന്റെ അഭിഷേകത്തെ തകർക്കരുത്. ശിംശോന്റെ തലമുടിയിൽ അവൻ നാസീവ്രതക്കാരനാണ്. അവൻ ദൈവത്താൽ അഭിഷിക്തനാണ്. അവൻ ദൈവത്തിന് വേണ്ടിയുള്ളവനാണ്. ദൈവജനത്തെ ഉദ്ധരിക്കേണ്ടവനാണ്. പക്ഷേ അവന്റെ വീക്ക് പോയിന്റ് എവിടെയാണെന്ന് പിശാചിന് മനസ്സിലായി. സഹോദരങ്ങളെ, നമുക്ക് പാപം ചെയ്യാനുള്ള വീക്ക് പോയിന്റ് എവിടെയാണെന്ന് പിശാചിന് വളരെ വ്യക്തമായിട്ട് അറിയാം. മനസ്സിലായോ?
നിന്റെ ജഡത്തിൽ ഏത് അവയവത്തിലാണ് പാപമെന്ന് നിനക്കറിയില്ലെങ്കിൽ പിശാചിനറിയാം. മനസ്സിലായോ? അറിയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാ ദാവീദ്. യുദ്ധത്തിന് പോകേണ്ട രാജാവ് ഒരു രാത്രിയിൽ എന്ത് ചെയ്തു? കൊട്ടാരത്തിന്റെ മുകളിൽ അന്തപുരത്തിൽ വിശ്രമിക്കുന്ന സമയത്ത് അകലെ നിന്നൊരു കാഴ്ച കണ്ടു. അല്ലേ? തന്റെ മോഹം. അതുകൊണ്ടാണ് യാക്കോബ് പറയുന്നത്, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപത്തിന് നിങ്ങളെ വശീകരിക്കാൻ കഴിയും. സൗന്ദര്യത്തിലൂടെയുള്ള വശീകരണം. ഹല്ലേലൂയ. തന്റെ ഹൃദയപ്രകാരമുള്ള ദാവീദ് എന്ത് സംഭവിച്ചു? ബത്ശേബയുടെ സൗന്ദര്യം വ്യഭിചാരം ചെയ്യാനും അവളുടെ ഭർത്താവിനെ കൊല്ലാനും കാരണമാക്കി അവളുടെ ഗർഭധാരണം പോലും മറയ്ക്കാൻ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെ കൊണ്ട് ശത്രു ഒരുക്കി വെച്ച കെണിയിൽ വീണു പോയെങ്കിൽ ഞാനും നിങ്ങളും അതൊരു ദൃഷ്ടാന്തമാണ്. മറന്നുപോകരുത്. ഹല്ലേലൂയ. സദൃശവാക്യങ്ങളുടെ പുസ്തകം 31-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 31-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. ഹല്ലേലൂയ. ഗ്ലോറി ടു ലോർഡ്. കുഞ്ഞുങ്ങളെ, യൗവനക്കാരെ, ഈ വാക്യം വളരെ ഹൃദയത്തിൽ കരുതിക്കൊള്ളുക. യുവതലമുറകളെ, ഈ വാക്യം ഹൃദയത്തിൽ കരുതിക്കൊള്ളുക. കാരണം നിങ്ങളുടെ യൗവനം തുച്ഛീകരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. തിമോത്തിയോസിനോട് പൗലോസ് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞു, നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്. സ്ത്രീകൾക്ക് നിന്റെ ബലത്തെയും വായിച്ചോ. രാജാക്കന്മാരെ പ്രിയമുള്ളവരെ, നമ്മുടെ ഫലത്തെ കെടുത്തിക്കളയുന്ന, നമ്മുടെ ആത്മീകമായ ശക്തിയെ ചോർത്തിക്കളയുന്ന, നമ്മുടെ ഫലത്തെ കെടുത്തിക്കളയുന്ന സ്ത്രീകളുടെ സൗന്ദര്യത്തിൽ ആരും പെട്ടുപോകരുത്. പ്രത്യേകിച്ച് യൗവനക്കാരോട് ഞാൻ പറയാം, 18 വയസ്സ് കഴിയുമ്പോൾ, 15 വയസ്സ് കഴിയുമ്പോൾ അവൻ്റെ ഹൃദയത്തിലുള്ള ആഗ്രഹങ്ങൾ അവൻ എപ്പോഴും വർദ്ധിച്ചു കൊണ്ടിരിക്കും. അതെന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അതിലാദ്യം വരുന്ന കാര്യം ടെംപ്റ്റേഷനാണ്. അല്ലേ? ടെംപ്റ്റേഷനാണ്. പ്രലോഭിപ്പിക്കപ്പെടുവാൻ ഒത്തിരി സാധ്യതകളുണ്ട്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ, ഇത് നല്ലതിന് ഉപയോഗിക്കാം. എന്നാൽ നിന്റെ അപ്പനും അമ്മയും കാണാത്ത സമയത്ത്, ആരും അറിയാത്ത സമയത്ത് നിന്റെ മുറിക്കുള്ളിൽ നീ കടന്നു ചെന്ന് നിനക്ക് ദോഷം പ്രവർത്തിക്കുവാനും സ്വാതന്ത്ര്യമുണ്ട്. തിരിച്ചറിയുക. കാരണം നീ ഒരു അഭിഷിക്തന്റെ മകളോ മകനോ ആണ്. മനസ്സിലായി ഞാൻ പറഞ്ഞത്? ഹല്ലേലൂയ. പരസ്ത്രീയുടെ ആദരങ്ങളിൽ നിന്നും, ചക്രവാക്ക് പറയുന്ന സ്ത്രീയുടെ ആദരങ്ങളിൽ നിന്നും മാറിക്കൊള്ളുക. അത് നിന്നെ വശീകരിച്ചിട്ട് വലിയ പാതാളത്തിൽ ഇറങ്ങിയവനെ പോലെ നശിക്കപ്പെട്ടവനായി മാറുന്നതിനേക്കാൾ നല്ലത് വഴി വിട്ട് ഒഴിഞ്ഞു മാറി പോകുക. ഹല്ലേലൂയ. വഴി വിട്ട് മാറിപ്പോകണം പ്രിയമുള്ളവരെ. ഈ സദൃശവാക്യങ്ങളുടെ പുസ്തകമൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ അവിടെ ചിന്തിക്കാനും പഠിക്കാനും ഉണ്ട്. സ്തോത്രം. നമ്മുടെ കൂട്ടായ്മയ്ക്കകത്ത് കുഞ്ഞുങ്ങളുള്ളത് കൊണ്ട് സ്തോത്രം, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന 1-2 വാക്യങ്ങൾ നിങ്ങൾ വായിക്കണം. കുഞ്ഞുങ്ങളെടുത്ത് വായിക്കണം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം. സദൃശവാക്യങ്ങൾ 7:5. ഹല്ലേലൂയ. അവ നിന്നെ പരസ്ത്രീയുടെ കൈ. അതിന്റെ മുകളിലുള്ള വാക്യം വായിക്കാമോ? 6:4. ജ്ഞാനത്തോട് നീ എന്റെ സഹോദരി എന്ന് പറയുക. ജ്ഞാനത്തോട് നീ എന്റെ സഹോദരി എന്ന് പറയുക. വിവേകത്തിനു സഖി എന്ന് പേർ വിളിക്കുക. അവ നിന്നെ പരസ്ത്രീയുടെ കയ്യിൽ നിന്നും. ഏത് നിനക്ക് കിട്ടിയ ജ്ഞാനം,
കണ്ടോ, നമ്മുടെ ചെറുപ്പത്തിലെ നമ്മുടെ മാതാപിതാക്കന്മാർ കുഞ്ഞുങ്ങളെ ദൈവവചനം പഠിപ്പിച്ച് വളർത്തണം. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, മാതാപിതാക്കന്മാരുടെ കടമയാ. അങ്ങനെ അവർക്ക് കിട്ടുന്ന ജ്ഞാനമുണ്ടല്ലോ, അതവിടെ എഴുതിയിരിക്കുന്നത്. അവ കണ്ടോ, അവ ജ്ഞാനമില്ലാത്തവൻ ദൈവത്തോട് ചോദിക്കട്ടെ, അല്ലെ? അവ നിന്നെ പരസ്ത്രീയുടെ കയ്യിൽ നിന്നും ചക്കരവാക്ക് പറയുന്ന അന്യ സ്ത്രീയുടെ വശത്തു നിന്നും നിന്നെ കാക്കും. ഹല്ലേലൂയ. ഇനി അതിന്റെ 21-ാമത്തെ വാക്യം വായിച്ചേ. 7:21. ഇങ്ങനെ ഏറിയൊരു ഇമ്പവാക്കുകളാൽ അവൾ അവനെ വശീകരിച്ച് അധരമാധുര്യം കൊണ്ട് അവനെ നിർബന്ധിക്കുന്നു. പ്രിയമുള്ളവരെ, അനേകം യൗവനക്കാരും വീണുപോയിരിക്കുന്നതിന്റെ ചരിത്രം വർഷങ്ങൾക്ക് മുമ്പേ സദൃശവാക്യത്തിൽ ശലോമോൻ എഴുതി വെച്ചു. നിങ്ങളുടെ യൗവന കാലഘട്ടത്തിൽ, നിങ്ങളുടെ കോളേജ് ഡേയ്സിൽ നിങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന പലരും വലിയ കെണികളിൽ പെട്ടുകൊണ്ടിരിക്കുന്നതിന്റെ ഒന്നാമത്തെ കാരണം അവർ എന്തു ചെയ്തു എന്നറിയാമോ? ഇങ്ങനെ ഏറിയൊരു ഇമ്പവാക്കുകളാൽ അവൾ അവനെ വശീകരിച്ചു. എങ്ങനെ? അധരമാധുര്യം കൊണ്ട്. ഹല്ലേലൂയ. വശീകരിക്കപ്പെട്ടു. പ്രിയമുള്ളവൻ, നമ്മുടെ കുഞ്ഞുങ്ങളൊന്നും വശീകരിക്കപ്പെടാൻ പാടില്ല എന്ന് ഇന്ന് മാതാപിതാക്കന്മാർ ആ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. നിങ്ങൾ കാണാത്ത സമയത്ത്, നിങ്ങൾ അറിയാത്ത സമയത്ത്, നിങ്ങളുടെ കൺമുമ്പിൽ നിങ്ങൾ കാണപ്പെടാത്ത സ്ഥാനത്ത് നിങ്ങളുടെ മക്കൾ പാപം ചെയ്യരുത്. അവര് സ്കൂളിൽ പഠിച്ചോ പഠിക്കുന്നില്ലേ, ഇതൊന്നും അല്ല നിന്റെ പ്രാർത്ഥന വിഷയം. അതൊക്കെ രണ്ടാമത്തെ വിഷയം. നിന്റെ തലമുറ നിന്നെ കാണാത്ത, നിന്നെ അറിയാത്തൊരു ദേശത്ത്, നീ അറിയാത്ത സാഹചര്യത്തിൽ, നീ അറിയാത്ത മണ്ഡലത്തിൽ എന്തു ചെയ്യുന്നു? അവിടെയാ കാര്യം. അവിടെ നിന്റെ ഹൃദയത്തിനകത്ത്, നിന്റെ ഭവനത്തിലിരുന്ന് നീ പ്രാർത്ഥിക്കുന്ന നെടുവീർപ്പുകൾ അവളെ അല്ലെങ്കിൽ അവനെ പാപത്തിൽപ്പെടാതെ വണ്ണം, വശീകരിക്കപ്പെടാതെ വണ്ണം ദൈവം സൂക്ഷിക്കണം. അതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ പ്രാർത്ഥിച്ചോ. 100-ൽ 100 കിട്ടണം, A+ കിട്ടണം, എൻ്റെ മകൻ കളക്ടർ ആവണം, ഡോക്ടർ ആവണം, ഇതൊക്കെ പ്രാർത്ഥിച്ചോ. പക്ഷേ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് അതല്ല. പ്രിയമുള്ളവരെ, നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ഈ തലമുറ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന വശീകരണത്തിന്റെ വാക്കുകളിൽ പെട്ട് മറച്ചു വെക്കപ്പെട്ട പാപങ്ങളുണ്ടല്ലോ, ആ പാപത്തിൽ നിന്ന് അവർ വിടുവിക്കപ്പെടണം. അതാണ് പ്രാർത്ഥിക്കേണ്ടത്. സദൃശവാക്യങ്ങളുടെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. സദൃശവാക്യങ്ങൾ 6:24 മുതൽ 26 വരെയുള്ള വാക്യം. പെറുക്കി തിന്നേണ്ടി വരും. ഹല്ലേലൂയ. ഇത് നമുക്കുള്ളൊരു ദൂതാണ്. നമ്മൾ ചിന്തിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾ വ്യഭിചാരം ചെയ്യുന്നില്ലല്ലോ, അതുകൊണ്ട് പാസ്റ്റർ എന്തിനാ എത്ര അധികം പറയുന്നത്? വചനം പറയുന്ന അങ്ങനെയല്ല. വ്യഭിചാരം ചെയ്യുന്ന കർമ്മത്തെയല്ല പരിശുദ്ധാത്മാവ് പറയുന്നത്, മോഹത്തെ. പുതിയ നിയമത്തിനകത്ത് സ്ത്രീയെ മോഹിക്കേണ്ടതിന്, അപ്പൊ മോഹം വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി അപ്പോൾ സൗന്ദര്യത്തിലൂടെയുള്ള വശീകരണം. ഹല്ലേലൂയ. 5-ാമത്തെ കാര്യം, 5-ാമത്തെ രൂപകം എന്ന് പറയുന്നത് കപട വിശ്വാസികളിൽ നിന്നുള്ള വശീകരണം. കപട വിശ്വാസികളിൽ നിന്ന്
വശീകരിക്കപ്പെടും. 2 തിമോത്തിയോസിന്റെ ലേഖനം 2-ാം അധ്യായം 22-ാമത്തെ വാക്യം. 2 തിമോത്തിയോസിന്റെ ലേഖനം 2-ാം അധ്യായം 22. 2 തിമോത്തിയോസ് 2:22. യൗവന മോഹങ്ങളെ വിട്ടോടി സദൃശവാക്യങ്ങൾ 7:6 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഒരു യുവാവിനെ കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങളത് വീട്ടിൽ പോയിട്ട് വായിക്കണം. സ്തോത്രം. ആ യുവാവ് വീടിനടുത്ത് വഴിതെറ്റിപ്പോയി ഒരു നിഷ്കളങ്കനായ യുവാവ് ഒരു മതവിശ്വാസിയാണെന്ന് എന്ന് അവകാശപ്പെട്ട് വശീകരിക്കുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. സ്തോത്രം. പക്ഷേ ഭാഗ്യവശാൽ ആ യുവാവിന് മനസ്സിലായില്ല സ്ത്രീ ആരാണെന്ന്. മനസ്സിലായോ? നമ്മളെ വശീകരിക്കാൻ വരുന്ന വ്യക്തികളെ നമ്മൾ തിരിച്ചറിയണം, സെൻസ് ചെയ്യണം. നമ്മൾ അറിയത്തില്ല. യോസേഫിന് മനസ്സിലായില്ലേ പൂത്തിഫറിന്റെ ഭാര്യയെ കുറിച്ച്? മനസ്സിലായോ? യോസേഫിന് മനസ്സിലായില്ല. പക്ഷേ ഞാനിങ്ങനെ വിശ്വസിക്കുന്നു, ആത്മാവ് അവനെ എന്ത് ചെയ്തു? ഇട്ട മുണ്ട് പോലും ഊരി കൊടുത്തിട്ട് ഓടിപ്പോയി. നമ്മുടെ കൂടെ നിൽക്കുന്നവരെ അറിയത്തില്ല ആരാണ്, എങ്ങനെയാണ്. പക്ഷെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളുടെ അകത്തെ ജ്ഞാനം വർദ്ധിച്ച് ഹൃദയദൃഷ്ടി പ്രകാശിക്കുമ്പോൾ നിന്റെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തിയെ വ്യക്തമാക്കി ഒരു സ്ക്രീനിൽ ഇട്ട് തരുന്നത് പോലെ ആത്മാവ് ഇട്ടു തരും. അത് മനസ്സിലാക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. 5-ാമത്തെ കാര്യം കഴിഞ്ഞു. 6-ാമത്തെ കാര്യം അധികാര ദുർവിനിയോഗത്തിലൂടെയുള്ള വശീകരണം. 2 തിമോത്തിയോസ് 3:1 മുതൽ 6 വരെയുള്ള വാക്യം. 2 തിമോത്തിയോസ് 3:1 മുതൽ 6 വരെയുള്ള വാക്യം. ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ. 2 തിമോത്തിയോസ് 3:1 മുതൽ 6 വരെയുള്ള വാക്യം. അന്ത്യകാലഘട്ടത്തിൽ ദുർഘട സമയങ്ങൾ വരും. ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അങ്ങനെയുള്ളവരെ വിട്ട് ഒഴിയുക. ഭക്തിയുടെ വേഷം ധരിച്ച് ശക്തിയെ ത്യജിക്കുന്നവരെ തിരിച്ചറിയുക. അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല അല്ലേ? പണ്ടല്ല, സാധാരണ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് പുരുഷന്മാരോട് പറയുന്നൊരു കാര്യമുണ്ട്, ഉപദേശമുണ്ട്. എന്താണെന്നറിയോ? ചക്കയാണെങ്കിൽ തുന്നി നോക്കിയാൽ അറിയാം അതെന്തുണ്ട്, പഴുത്തുണ്ടോന്ന്, അല്ലേ? ഹൃദയമാകുന്നത് കൊണ്ട് തുരുന്ന് നോക്കാനായിട്ട് പറ്റത്തില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ നുഴഞ്ഞു കയറുന്ന, വീടുകളിൽ നുഴഞ്ഞു കയറുന്ന, സഭയിൽ നുഴഞ്ഞു കയറുന്ന, വ്യക്തികളിലൂടെ നുഴഞ്ഞു കയറുന്ന ആളുകളെ എന്ത് ചെയ്യണം? സഭ വിട്ടൊഴിയണം. ഒഴിയേണ്ടത് ഒഴിയണം. ദൈവമക്കളെ, നമുക്കെല്ലാവരോടും കണക്ഷൻ വേണ്ട. നമ്മൾ വിചാരിക്കും എല്ലാവരും ദൈവത്തിന്റെ മക്കളല്ലേ, എല്ലാവരും ദൈവ ശുശ്രൂഷകന്മാരല്ലേ, എല്ലാവരും ആലോചന പറയുന്നില്ലേ? പക്ഷെ വിട്ടൊഴിയേണ്ടതിനെ ആത്മാവ് പറയും വിട്ടൊഴിയാൻ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആളുകളെ ചൂഷണം ചെയ്യുന്ന വ്യാജ ഉപദേശകന്മാരെ, പ്രവാചകന്മാരെ സഭ സൂക്ഷിക്കുക, അവരെ വിട്ടൊഴിയുക. വാക്യം വായിക്കുക. 2 പത്രോസ് 2:3. 2 പത്രോസ് 2:3. ഹല്ലേലൂയ. 2 പത്രോസ് 2:3.
അവർ ദ്രവ്യാഗ്രഹത്തിൽ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ എന്ത് ചെയ്യും? അപ്പോ വാണിഭമാക്കാൻ നമ്മൾ അവരാൽ ഉപയോഗപ്പെടണോ? വേണ്ട. എങ്കിൽ അവരെ വിട്ട് ഒഴിയുക. സ്തോത്രം. അവരുമായിട്ടുള്ള സമ്പർക്കം വെടിയുക. അവരവരുടെ വഴിയെ പൊക്കോട്ടെ. നമ്മൾ ഈ വഴിയെ പോകുന്ന ആളുകളെല്ലാം വഴിയെ പോകുന്ന അല്ലെ വേലിമിരിക്കുന്ന പാമ്പിനെ നമ്മൾ തോളത്ത് കയറ്റിയാൽ എങ്ങനെ ഇരിക്കും? പണ്ട് പറയില്ലേ ആളുകൾ, വേലിയെ കിടക്കുന്ന പാമ്പിനെ നമ്മൾ തോളത്തിടേണ്ട കാര്യമില്ല. ഒരു വിശുദ്ധനാരാണെന്നും അശുദ്ധനാരാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. വ്യാജം പറയുന്നവൻ ആരാണെന്നും സത്യ പ്രവാചകൻ ആരാണെന്നും ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. സഭ തിരിച്ചറിയുക. വ്യാജ പ്രവാചകന്മാരെ, വ്യാജ അപ്പസ്തോലന്മാരെ, വ്യാജ ഉപദേഷ്ടാക്കന്മാരെ സഭ തിരിച്ചറിയുക. ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. ഏഴാമത്തെ കാര്യം അതേ വാക്യത്തിൽ തന്നെയുണ്ട്. കള്ളപ്രവാചകന്മാരിലൂടെയുള്ള വശീകരണം. അവരെന്തിനു വേണ്ടിയിട്ടാണ് വശീകരിക്കുന്നത്? നമ്മുടെ കയ്യിലുള്ള, നമുക്ക് സാമ്പത്തികം ഉണ്ടെങ്കിൽ എത്ര വലിയ പ്രവാചകൻ എന്ന് പറയുന്ന വ്യക്തിയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്റെ പണം കണ്ടുവരുന്ന പ്രവാചകനെ നീ എന്ത് ചെയ്യണം? നിനക്ക് ദൂത് പറയാനുള്ളവനെ പണമില്ലെങ്കിൽ ദൂത് പറഞ്ഞ് വിട്ടുപോകുന്നേ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. നിന്നോട് സംസാരിക്കേണ്ടുന്ന ദൈവശബ്ദം പറയാൻ ദൈവം ചിലരെ അയക്കും. അവർ പറയാനുള്ള ദൂത് പറഞ്ഞ് മടങ്ങിപ്പോകും. അവരെ പിന്നത്തേതിൽ കാണത്തില്ല. പക്ഷേ വീണ്ടും വീണ്ടും വരുന്നവരുണ്ടല്ലോ, അവർ നിന്നെ നാശത്തിലേക്ക് കൊണ്ടുവിടാനോ വരുന്നത് എന്നുള്ള തിരിച്ചറിവുണ്ടാകണം. സഭ ശ്രദ്ധിക്കുക. കള്ളപ്രവാചകന്മാരിലൂടെ വശീകരിക്കരുത്. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നു, പ്രവചന വരം ഉപയോഗിച്ചൊരു സ്ത്രീ തുയതൈര സഭയിൽ ഉണ്ടായിരുന്നു. അല്ലേ? അവൻ സ്വയം വിശേഷിപ്പിച്ചത് പ്രവാചകി എന്ന. എങ്കിലും താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പാചരിപ്പാനും വിഗ്രഹാർപ്പിതന്മാരും എന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഈ സഭ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു. ഞാൻ ഇന്ന് പകലിൽ വ്യക്തമായി പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ട്. യഥാർത്ഥമായ സത്യപ്രവാചകൻ നിന്റെ പാപത്തെ തൊടും. പാപത്തെ തൊടാത്ത ഒരു പ്രവാചകനെ നിങ്ങൾക്ക് ബൈബിളിൽ നിന്ന് കാണിച്ചു തരാൻ പറ്റുമോ? പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും പാപത്തെ തൊടാത്തൊറ്റ പ്രവാചകന്മാരും ഇല്ല. പാപത്തെ തൊട്ടുകൊണ്ട് ദൈവത്തിങ്കിലേക്ക് നിന്റെ ശ്രദ്ധയെ തിരിക്കുന്നവനാണ് യഥാർത്ഥമായ പ്രവാചകൻ. അല്ലാത്തവൻ പ്രവാചകൻ അല്ല. ഇന്നത്തെ പ്രവചന ശുശ്രൂഷ, ഞാൻ പ്രവചന ശുശ്രൂഷയെ മാനിക്കുന്നു. ഞാൻ പ്രവചനത്തെ തുച്ഛീകരിക്കുന്നവനല്ല. കാരണം വചനം കൃത്യമായിട്ട് പറയുന്നുണ്ട് പ്രവചനവരത്തെ. പക്ഷേ അനുഗ്രഹം മാത്രം നിന്റെ തലയിൽ തന്നിട്ട് പ്രൈസ് ദി ലോർഡ് നിന്നെ തെറ്റിക്കുന്ന വഞ്ചകന്മാരെ ഈ കാലഘട്ടത്തിൽ നീ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നീ ബന്ധിക്കപ്പെടും. പോകാൻ പറ്റുന്നില്ല. പിന്നെ കള്ളപ്രവാചകന്മാരെ തിരിച്ചറിയുക. കള്ളപ്രവാചകന്മാരെ തിരിച്ചറിയുന്നത് അവരുടെ വരം കൊണ്ടല്ല, ഫലം കൊണ്ടാണ്. മത്തായി സുവിശേഷം 7-ാം അധ്യായം 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. മത്തായി സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 15 മുതൽ 20 വരെയുള്ള വാക്യം ഒന്ന് വായിക്കാമോ? ഹല്ലേലൂയ. കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു. അവരുടെ വരങ്ങളാൽ തിരിച്ചറിയാമെന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അംഗീകരിക്കും, അല്ലേ?
പക്ഷെ പരിശുദ്ധാത്മാവിന് തെറ്റുപറ്റത്തില്ല, നമുക്ക് തെറ്റുപറ്റും. കാരണം ദൈവത്തിന്റെ വചനമെല്ലാം ദൈവശോസീയമാണ്. പരിശുദ്ധാത്മാവിന് തെറ്റുപറ്റത്തില്ല. പരിശുദ്ധാത്മാവ് എന്ത് എഴുതിച്ചിരിക്കുന്ന? അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ച് അറിയാം. അങ്ങനെ അറിയാനുള്ള വിവേകത്തിന്റെ കണ്ണുകൾ ജീസസ് ദ വേ ഗ്ലോബൽ വർഷിപ്പ് സെന്ററിൽ കർത്താവ് തുറക്കട്ടെ. വരങ്ങളാലല്ല പ്രിയമുള്ളവരെ, വരങ്ങൾ കൊണ്ട് ഒരു വ്യക്തി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. നമുക്കറിയാം നമ്മുടെ സഭയ്ക്കുണ്ടായ പരാജയം അതാ. ഞാനത് ഉറപ്പോടെ പറയും. നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല, പക്ഷേ ഫലം കൊണ്ട് വെളിപ്പെട്ടു വന്നു സമയമായപ്പോൾ. കാരണം പരിശുദ്ധാത്മാവ് വരുമ്പോൾ ആദ്യം വെളിപ്പെടുന്നത് ഫലമാണ്. അപ്പൊ വരങ്ങൾക്കകത്ത് എന്തുണ്ട്? ഞാൻ ഇന്ന് പകലിൽ വളരെ വ്യക്തമായിട്ട് പറയാം, നിനക്ക് ആലോചന ചോദിക്കാൻ ഈ ബൈബിളിനേക്കാൾ വലിയ പ്രവാചകൻ ഈ ഭൂമിയിലില്ല. നിന്റെ വിഷയങ്ങൾ സംസാരിക്കാൻ ഈ വചനത്തെക്കാൾ വലിയൊരു സുവിശേഷമില്ല. അതിന് പകരമായി പ്രവാചകനെ ദൈവമാക്കിയാൽ നരകത്തിൽ പോകും. അത് ഞാൻ തുറന്നു പറയാണ്. നരകത്തിൽ പോകണമോ നിത്യജീവൻ വേണമോ നിങ്ങൾക്ക് തീരുമാനിക്കാം. വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ പുത്രനെ ചുംബിച്ചു കൊൽവിൻ. ഹല്ലേലൂയ. നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോയി, പെട്ടുപോയി, നശിച്ചു പോകേണ്ടതായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ കരുണ തക്ക സമയത്ത് വെളിപ്പെട്ടപ്പോൾ മറഞ്ഞിരിക്കുന്നതിനൊക്കെ ദൈവം വെളിപ്പെടുത്തി തന്നു. ദൈവം വെളിപ്പെടുത്തി തന്നതോർത്ത് ദൈവത്തിന് നന്ദി പറയാണ്. ഹല്ലേലൂയ. ഇപ്പൊ കള്ളപ്രവാചകന്മാരിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? വശീകരിക്കപ്പെടും. അവര് വലിയ വലിയ ആലോചന നമ്മളോട് പറയുള്ളൂ. നിന്നെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകും, മഞ്ഞുരുകുന്ന നാട്ടിലേക്ക് നിന്നെ വിടും. ഇപ്പോഴുള്ള വീട് 2 നിലയാവും. വീട്ടിൽ സാധാരണ കാറ് പോരാ, മെഴ്സിഡസ് ബെൻസ് വരും. ഇതൊക്കെ പറയുന്ന ആളുകളെ നിങ്ങൾ സൂക്ഷിച്ചോ, ആത്മാവിൽ വിവേചിച്ചോ. പാസ്റ്റർ ഇവിടെ നിന്നുകൊണ്ട് എന്തും പറയുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഞാൻ ഉള്ളതാ പറയുന്നേ. എനിക്കെല്ലാം പറയാനുള്ള ലൈസൻസ് ഇല്ല. പക്ഷെ അങ്ങനെ പറയുന്നവരെ ആത്മാവിൽ സൂക്ഷിച്ചാൽ, പ്രൈസ് ദി ലോർഡ്. അവരുടെ 8ാമത്തെ പ്രത്യേകത, അവർ വ്യാജമായ അടയാളങ്ങളിലൂടെയും അത്ഭുതങ്ങളിലൂടെയും വശീകരിക്കുന്നു. ഇത് പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. 2 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിച്ചോ. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം അതിന് 9 മുതൽ 12 വരെ. ഹല്ലേലൂയ. സാത്താന്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം പ്രിയമുള്ളവരെ, ഈ വാക്യം നമ്മൾ ആത്മാവിൽ ഗ്രഹിക്കണം. യഥാർത്ഥമായ അത്ഭുതങ്ങളും അടയാളങ്ങളും സഭയ്ക്കുണ്ട്. അത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നമുക്ക് ലഭ്യമാണ്. അതുകൊണ്ട് കണ്ണടച്ച് കാണുന്നതെല്ലാം കേൾക്കുന്നതിനനുസരിച്ച് വെടിവെക്കരുത്. എന്നാൽ ബൈബിൾ പറയുന്നു, അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം വ്യാജമായ സകല ശക്തി. അപ്പൊ വ്യാജമായ സകല ശക്തിയും ഉണ്ട്. മനസ്സിലായോ? അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. യഥാർത്ഥമായ അത്ഭുതങ്ങളും അടയാളങ്ങളും ക്രിസ്തുവിലേക്ക് കൊണ്ടെത്തിക്കും. അല്ലാത്ത അടയാളങ്ങളും അത്ഭുതങ്ങളും അനീതിയിലേക്ക് കൊണ്ടെത്തിക്കും. യഥാർത്ഥമായ അടയാളങ്ങൾ പരിശുദ്ധാത്മാവിലാണെങ്കിൽ അവിടെ സത്യം വെളിപ്പെടും. കാരണം പരിശുദ്ധാത്മാവ് സത്യത്തിന്റെ ആത്മാവാണ്.
ഇത് സെൻസ് ചെയ്യണം, തിരിച്ചറിയണം. കാണുന്നതിന്റെ പിമ്പിലുള്ള അടയാളങ്ങളുടെ പിന്നാലെ ഓടിപ്പോകാതെ ഇത് ദൈവത്തിന്റെ വചനത്തിൽ നിന്നുള്ളതാണോ എന്ന് സെൻസ് ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. അടയാളങ്ങളും അത്ഭുതങ്ങളും മാത്രം നോക്കി നമ്മൾ ക്രിസ്തുവിനെ പിന്തുടരുവാൻ ശ്രമിച്ചാൽ നമ്മൾ യഥാർത്ഥ ലക്ഷ്യസ്ഥാനത്ത് എത്തത്തില്ല. കാരണം കർത്താവിന്റെ കാലഘട്ടത്തിലും അടയാളങ്ങളും അത്ഭുതങ്ങളും കാണാൻ ഒരു കൂട്ടം ശിഷ്യന്മാരുണ്ടായിരുന്നു. എന്നാൽ യഥാർത്ഥമായ വചനം കർത്താവ് പറഞ്ഞു തുടങ്ങിയപ്പോൾ 700 പേരുണ്ടായിരുന്നത് 300 പേരിലേക്കും, 300 പേരുണ്ടായിരുന്നത് 100 പേരിലേക്കും, പിന്നീട് 12 പേരിൽ അവശേഷിച്ചു. ഹല്ലേലൂയ. വചനത്തിൽ നിന്നല്ലാത്ത അത്ഭുതങ്ങളും അടയാളങ്ങളും സഭയ്ക്ക് വേണ്ട. എല്ലാത്തിനും അടിസ്ഥാനം വചനമാണ്. വചനത്തിൽ നിന്നല്ലാത്ത അത്ഭുതങ്ങളും അടയാളങ്ങളും വ്യാജമാണ്. സഭ തെറ്റിദ്ധരിക്കപ്പെട്ടു പോകരുത്, വശീകരിക്കപ്പെടരുത്, വശീകരിക്കപ്പെടരുത്, വശീകരിക്കപ്പെടരുത്. വ്യാജ അടയാളങ്ങളിലൂടെ അല്ലേ, ആവർത്തന പുസ്തകം 13-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഏക സത്യദൈവത്തിൽ നിന്ന് അകറ്റാൻ അടയാളങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരു പ്രവാചകനെ പിന്തുടരുത് എന്ന് മോശ ഇസ്രായേൽ മക്കൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആവർത്തന പുസ്തകം 13-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യം. ആവർത്തന പുസ്തകം 13-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യം. ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നതൊക്കെയും അതിനോട് കൂട്ടരുത്, കുറയ്ക്കുകയും അരുത്. നിങ്ങളുടെ ഇടയിൽ, ദൈവജനത്തിന്റെ ഇടയിൽ ഒരു പ്രവാചകനോ സ്വപ്നക്കാരനോ എഴുന്നേറ്റ് ചെയ്താൽ സ്വപ്നക്കാരന്റെയോ വാക്ക് നീക്കി വ്യാജമായ പ്രവചനങ്ങൾ നടത്തുന്നവരുടെ അടയാളങ്ങൾ ഫലിക്കും. മനസ്സിലായോ? ഞാൻ പറയുന്നത് എൻ്റെ സന്ദേശമല്ല, ദൈവത്തിന്റെ വചനമാണ്. എൻ്റെ അടിസ്ഥാനം ഈ വചനമാണ്. ഈ വചനത്തിൽ നിന്നല്ലാതെ പറയാൻ എനിക്ക് അനുവാദമില്ല. ആ 3-ാം വാക്യം ഒന്നും കൂടി വായിക്കണം നിങ്ങൾ. 13-3. നീ അറിഞ്ഞിട്ടില്ലാത്ത അന്യദൈവങ്ങൾ. അന്യദൈവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഗ്രഹങ്ങൾ മാത്രമാണല്ലോ? അല്ല. ഇന്നത്തെ സുവിശേഷങ്ങൾ, സമൃദ്ധിയുടെ സുവിശേഷം, പണം തരാം, ഭവനം തരാം, കാറ് തരാം എന്നൊക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ അന്യദൈവങ്ങളിലേക്ക് വശീകരിക്കപ്പെടുകയാണ്. അല്ലേ? വിഗ്രഹം എന്ന് പറയുന്നത് എന്താ? ദൈവത്തെക്കാൾ അധികമായി എന്തിനേയും സ്നേഹിക്കുന്നതാ. അന്യദൈവങ്ങളെ നാം ചെന്ന് സേവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു അടയാളമോ അത്ഭുതമോ മുന്നറിയിക്കുകയും അവൻ പറഞ്ഞ അടയാളമോ അത്ഭുതമോ സംഭവിക്കുകയും ചെയ്താൽ കേട്ടനുസരിക്കരുത്. ഈ വചനം എഴുതിയിട്ട് കൊള്ളുക. നിനക്ക് വലിയത് നീയും നിന്റെ ദൈവവുമാണ്. അവനെ നീ പൂർണ്ണ ഹൃദയത്തോടും, പ്രവാചകനെ അല്ല. നമ്മളെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഒരു ദൂത് പറഞ്ഞാൽ വചനമല്ല വലുത്, പ്രവാചകനാ വലുത്. അത് വേണ്ട. മനസ്സിലായോ? പ്രവാചകൻ വിഗ്രഹമാകരുത്. നിന്റെ ഹൃദയത്തിൽ ഈ വചനമാണ് നിന്നെ ശോധന ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വചനം അനുസരിച്ച് എത്ര പേരെ ദൈവം പരീക്ഷിക്കുന്നുണ്ട്? നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളെ നമുക്ക് ദിവസം അടയ്ക്കാം. ഞാൻ നിർത്താൻ പോയ വശീകരണത്തിന്റെ വിവിധ അടയാളങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ച് ഏത് രീതിയിലാണ് ശത്രു നമ്മുടെ വിരുദ്ധ തെറ്റിക്കുന്നത് എന്ന് ഈ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ പൗലോസ് പ്രാർത്ഥിച്ചതുപോലെ ഹൃദയത്തിന്റെ ദൃഷ്ടികളൊന്ന് തുറന്ന്, വിവേകത്തിന്റെ കണ്ണുകളൊന്ന് തുറന്ന്, കർത്താവേ എന്നെ ഒന്ന് കാണാൻ, എന്നെ ഒന്ന് അറിയാൻ
കർത്താവേ, നിന്റെ ന്യായപ്രമാണത്തിന്റെ അത്ഭുതങ്ങളെ കാണാൻ എന്റെ കണ്ണൊന്ന് തുറക്കണമേ എന്ന് പ്രാർത്ഥിച്ചാട്ട ദൈവമക്കൾ. ഒരു നിമിഷം നിങ്ങൾക്കറിയാവുന്ന ഭാഷയിൽ അല്പസമയം ഒരു 2 മിനിറ്റ് ചേർന്ന് ചിന്തിച്ച് നിങ്ങളൊന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച, കർത്താവേ, ഏതെങ്കിലും വിധത്തിൽ ഞാൻ ഈ പറഞ്ഞ വചനത്തിനനുസരിച്ച് നിൽക്കാതെ ഏതെങ്കിലും മേഖലകളിൽ വശീകരിക്കപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ദൈവമേ എന്നോട് ക്ഷമിക്കണമേ. അങ്ങ് പറഞ്ഞ വചനപ്രകാരം നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും സ്നേഹിക്കണമെന്നാണല്ലോ അങ്ങ് പറഞ്ഞത്. എന്റെ സ്നേഹത്തിൽ നിന്ന് അങ്ങേക്കല്ലാതെ വേറെ ഏതെങ്കിലും മേഖലകളിൽ നാഥാ ആ സ്നേഹം കടന്നു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒരു വശീകരണത്തിന്റെ ശക്തിയാണ് എന്നിൽ പ്രവർത്തിച്ചതെന്ന് ഞാൻ തിരിച്ചറിയുന്നു. കർത്താവേ, ഈ ജനത്തെ ദൈവകരങ്ങളിലേക്ക് തരുന്നു. എന്നെ കേൾക്കുന്ന ശ്രോതാക്കളെ ദൈവകരങ്ങളിലേക്ക് തരുന്നു. ഓൺലൈനിലൂടെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും വശീകരണത്തിന്റെ ബന്ധനങ്ങളിൽ ആരെങ്കിലും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നിന്റെ വചനം സ്വതന്ത്രമാക്കുന്നു. ഈ വചനം കടന്നു എന്ന് സ്വതന്ത്രമാകാനുള്ള മണ്ഡലങ്ങൾ സ്വതന്ത്രമാകട്ടെ. ഒരു വലിയ തിരിച്ചറിവ്, വലിയൊരു ജ്ഞാനം, വിവേകം ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ കരങ്ങളിൽ താഴ്ത്തി ഏഴയും സമർപ്പിക്കുന്നു. ചിന്തിപ്പാൻ പിന്നെയും കൃപ നൽകണമേ. യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ഒരു പ്രത്യാശയുടെ